بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ഐശ്വര്യവും ബറക്കത്തും തന്ന് അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും അള്ളാഹുവിന്റെ പൊരുത്തവും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗതുല്യ ജീവിതം കൊടുത്ത് അവരെ അനുഗ്രഹിക്കട്ടെ. അന്ത്യം നന്നായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. പരിശുദ്ധമായ റജബ് മാസം നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. നമ്മൾ റജബിൽ ഇൻഷാ അല്ലാഹ് എത്തിക്കഴിഞ്ഞു. റജബ് മാസം വന്നു കഴിഞ്ഞാൽ ധാരാളം പുതിയ പുതിയ അമലിന്റെ രംഗം തേടിയുള്ള യാത്രയാണ് നമ്മുടേത്. വേറൊന്നിനുമല്ല, അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചും പരിശുദ്ധ റമദാനിലേക്കുള്ള ഒരു പരിശീലന കളരിയുമായി റജബിനെയും അതോടൊപ്പം ഷഅബാനിനെയും നമ്മൾ കാണുക എന്നത് നമ്മുടെ പാരമ്പര്യ രീതിയാണ്. പഴയകാല കാരണവന്മാർ മുതൽ നമ്മൾ റജബ് മുതൽക്കുള്ള ഒരു തയ്യാറെടുപ്പ് റമദാനിലേക്ക് നടത്താറുണ്ട്. അങ്ങനെയാണ് വേണ്ടതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകമായി നമ്മൾ ഓതുകയും ചൊല്ലുകയും ചെയ്യുന്ന ദിക്റുകള്, സൂറത്തുകള്, ആയത്തുകൾ, ഇത് സംബന്ധമായി പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോഴും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് ഏറ്റവും ഗുണകരം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റജബിൽ ഓതൽ പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ റജബ് മാസത്തിൽ ഓതേണ്ടതായ സൂറത്തുകൾ, അധികരിപ്പിക്കേണ്ട സൂറത്തുകൾ, റജബ് മാസത്തിൽ അധികരിപ്പിക്കേണ്ട ദിക്റുകൾ, അതേക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആമുഖം വലിച്ചു നീട്ടുന്നില്ല. റജബ് മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സൂറത്തുകൾ, നമ്മൾ ഓതൽ അധികരിപ്പിക്കേണ്ട സൂറത്തുകൾ പ്രധാനമായും രണ്ടെണ്ണം തന്നെയാണ്. ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. റജബ് മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകൾ, ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് അനുബന്ധമായി വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്റാവാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റാവാം. അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി ബന്ധപ്പെട്ട് വരുന്ന ദിക്റുകളാണ് റജബ് മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ർ. ദിക്ർ എന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എണ്ണുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്തും കൂടി ചേർക്കണം. അപ്പൊ 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ഇഖ്ലാസ്. ഓതൽ അധികരിപ്പിക്കേണ്ട അധ്യായങ്ങൾ ഇവ രണ്ടുമാണ്. ചൊല്ലേണ്ട ദിക്ർ എന്ന ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി ബന്ധപ്പെട്ട് വരുന്ന ദിക്റുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹയും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ പോലെയുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്ർ, ഇതൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള ദിക്റുകളാണ് ചൊല്ലേണ്ടത്. 4ാമത് പറഞ്ഞത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഇത് എന്തുകൊണ്ട് ചൊല്ലണം എന്ന് പറയുന്നു എന്നതിലേക്കുള്ള ഒരു വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ നടത്തുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റജബ് മാസത്തിൽ സൂറത്തുൽ ഫാത്തിഹ പെരിപ്പിക്കണം, അത് നല്ലതാണ് എന്ന് പറയാൻ കാരണം ഇടയിൽ ഒന്ന് പറയാണ്, സൂറത്തുൽ ഫാത്തിഹ മാത്രമല്ല ഖുർആൻ എമ്പാടും നമ്മൾ ഓതണം, അതൊക്കെ പുണ്യമാണ്. എന്നാലും പ്രത്യേകം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പരിഗണന കൊടുക്കണം. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ മാസമാണ് റജബ് എന്നതിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ മാസത്തെ ആദരിച്ചുകൊണ്ട് ഫാത്തിഹ കൊണ്ട് നമ്മൾ വ്യാപൃതരാണ്. സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം 17 പ്രാവശ്യം മിക്കവാറും നിർബന്ധമായി തന്നെ കാണപ്പെടുന്നു. ഇത്ര കണ്ട് നിർബന്ധിതമായിട്ടുള്ള ഒരു അധ്യായം ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ വേറെ സ്പർശിതമല്ല. ഒരാളുടെ ആയുസ്സിൽ ഓതൽ നിർബന്ധമായ ഏക അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്.
ഫാത്തിഹ സൂറത്ത് 17 പ്രാവശ്യം ഫർദ് നിസ്കാരത്തിലൂടെ 17 റക്അത്തുകളിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ഓതുകയാണ്. സൂറത്തുൽ ഫാത്തിഹ എത്ര പ്രാധാന്യം സാധാരണ സമയങ്ങളിൽ ഉള്ളപ്പോൾ റജബ് മാസം അതിന്റെ ഒരു വാർഷിക പിരീഡ് കൂടിയാവുമ്പോൾ റജബിനെ ആദരിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിച്ച മഹത്തുക്കളുടെ ശീലം നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു അവരോടൊപ്പം നമ്മയും ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കണം. സൂറത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറയാറുണ്ട്, പലപ്പോഴും പറഞ്ഞതാണ്, നമ്മുടെ നാവിൽ തന്നെ അള്ളാഹു തആല ഒരു പ്രത്യേക വെളിച്ചം തരാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഫലിക്കുകയും, ഫലിക്കാന്ന് പറഞ്ഞാൽ കരിനാക്ക് ഫലിക്കുന്ന പോലെയല്ല. പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫലിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അത് സംഭവിച്ചു കാണും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെ അള്ളാഹുവിനെ മുൻനിർത്തി എന്തെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ പറഞ്ഞാൽ അള്ളാഹു അത് നടത്തിക്കൊടുക്കും എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. സൂറത്തുൽ ഫാത്തിഹ ശീലമുള്ള നാവാണെങ്കിൽ അത് ഫലിക്കും എന്നുള്ള ഈ വസ്തുത. ഏതായാലും സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ഹൃദയം നന്നാവും, നമ്മുടെ നാവ് നന്നാവും, നമ്മുടെ ജീവിതം നന്നാവും. പരിശുദ്ധ ഖുർആനിന്റെ മുഴുവനും അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ഫാത്തിഹ നമുക്കൊന്ന് വിശദീകരിക്കാം. എന്താണ് സൂറത്തുൽ ഫാത്തിഹ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഹിയ ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. 113 അധ്യായങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ ബാക്കിയുള്ള അധ്യായങ്ങളുടെ മാതാവിന്റെ സ്ഥാനത്താണ്. ഫാത്തിഹയിൽ നിന്നും അതെല്ലാം നമുക്ക് എടുക്കാനും പഠിക്കാനും കഴിയും എന്ന് ചുരുക്കം. പക്ഷെ നമ്മെ കൊണ്ട് സാധ്യമല്ല. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ ഉള്ളടക്കമാണ്. വഹിയ സബഉൽ മസാനി, സൂറത്തുൽ ഫാത്തിഹ സബഉൽ മസാനിയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ഇരട്ടിയാക്കപ്പെട്ടതാണ്, ഇരട്ടയാക്കപ്പെട്ടതാണ് എന്നൊക്കെ അർത്ഥമുണ്ട്. സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ 7 ആയത്തുകൾ ആണ് എന്നർത്ഥമുണ്ട്. പല അർത്ഥവും സബഉൽ മസാനി എന്നതിനുണ്ട്. ഏതായാലും ഇവിടെ സാന്ദർഭികമായി പറയാം, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സബഉൽ മസാനി എന്ന് പേര് വെക്കാൻ കാരണം ഈ അധ്യായം 2 വട്ടം ഇറങ്ങിയിട്ടുണ്ട്, വഹയി വന്നിട്ടുണ്ട് എന്നൊരു അഭിപ്രായം മുഫസ്സിരീങ്ങൾക്കിടയിലുണ്ട്. 2 വട്ടം അവതരിച്ച അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഒന്ന് മക്കയിൽ വെച്ച്, പിന്നെ ഒന്ന് മദീനയിൽ വെച്ച്. 2 വട്ടം അവതരിച്ചു, ഒന്ന് മക്കയിൽ, ഒന്ന് മദീനയിൽ. അല്ല, മദീനയിൽ മാത്രമാണ് ഇത് അവതരിച്ചത് എന്ന് പറയുന്നവരുണ്ട്. അല്ല, 2 വട്ടവുമല്ല, മദീനയിലുമല്ല, മക്കയിൽ മാത്രമാണ് ഇത് അവതരിച്ചത് എന്ന് പറയുന്നവരുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണവുമായി ബന്ധപ്പെട്ട് 3 അഭിപ്രായം കാണാം. ഒന്ന്, മക്കയിൽ മാത്രമാണ് ഇത് അവതരിച്ചത്, മദീനയിൽ അവതരിച്ചിട്ടില്ല. രണ്ടാമത്തെ അഭിപ്രായം, മദീനയിൽ മാത്രമാണ് അവതരിച്ചത്, മക്കയിൽ അവതരിച്ചിട്ടില്ല. മൂന്നാമതൊരു അഭിപ്രായമുണ്ട്, അല്ല, ഇവർ 2 കൂട്ടരും പറയുന്നത് ശരിയാണ്, മക്കയിലും അവതരിച്ചിട്ടുണ്ട്, മദീനയിലും അവതരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 3 അഭിപ്രായമുണ്ട്. ലഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫീ തഹ്ദീദി വഖ്തിൻ ദഖീഖിൻ ലിനുസൂൽ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ സമയത്തെക്കുറിച്ച്, പീരീഡിനെ കുറിച്ച് പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറയപ്പെട്ടിരിക്കുന്നു, ഇന്നഹാ നസലത്ത് ഫി മക്ക വഖീല ഫിൽ മദീനത്തുൽ മുനവ്വറ, മക്കയിലും മദീനയിലും ഇറക്കപ്പെട്ടതാണ് എന്ന് 2 നിലക്കുള്ള അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം, നസലത്ത് മറത്തൻ ഫി മക്ക വ മറത്തൻ ഫിൽ മദീന, മക്കയിലും മദീനയിലും കൂടിയിട്ട് ഓരോ പ്രാവശ്യം ഇറങ്ങിയ 2 അവതരണം കൊണ്ട് ലോകത്ത് അനുഗ്രഹീതമാക്കി ഇറങ്ങിയ അധ്യായമാണ്, 2 പ്രാവശ്യം ഇറങ്ങിയ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നും ഒരു അഭിപ്രായമുണ്ട്. വലിദാലിക 2 വട്ടം ഇറങ്ങിയത് കൊണ്ടാണ് ഇതിന് സബഉൽ മസാനി, 2 വട്ടം ഇറങ്ങിയത് എന്ന അർത്ഥത്തിൽ പേര് വെക്കപ്പെട്ടത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹിയ ഉമ്മുൽ ഖുർആനി വഹിയ അസ്സബഉൽ മസാനി വഹിയൽ ഖുർആനുൽ അലീം. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ ഉമ്മയാണ്. 2 വട്ടം അവതരിച്ച 7 ആയത്തുകൾ എന്ന നിലക്ക് സബഉൽ മസാനിയാണ്. അതുപോലെ തന്നെ വഹിയൽ ഖുർആനുൽ അലീം, ഖുർആൻ മൊത്തവും ഉള്ള അധ്യായമാണ്. ഖുർആൻ മൊത്തവും അതിലുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ മഹത്വങ്ങളൊന്ന് അറിഞ്ഞാൽ നമുക്ക് റജബിലൊന്ന് ചൊല്ലാൻ ഒരു ഇത്തിരി എളുപ്പം കിട്ടും. നമ്മുടെ നാവിന്റെ ഭാരം മനസ്സ് കുറച്ചു തരട്ടെ. മനസ്സിലേക്ക് അള്ളാഹു അതിന്റെ ആവേശം തന്നെ അനുഗ്രഹിക്കട്ടെ.
ഇമാം മാലിക് അവിടുത്തെ മുഅത്തയിൽ ഒരു ഹദീസ് പറയുന്നത് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാദാ ഉബയ്യ ഇബ്നു കഅബ് വഹുവ യുസല്ലി ഫിൽ മസ്ജിദി. മഹാനായ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സ്വഹാബി പള്ളിയിൽ നിസ്കരിക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു വിളിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ ഹബീബായ നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർന്ന് നിന്നു. ലഹിഖഹു, പുണ്യ നബിയോട് ചേർന്ന് നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫവലഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു അലാ യദി, എന്റെ കയ്യേലെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ വെച്ചു, എന്നെ പിടിച്ചു. എന്നിട്ടോ ഹബീബായ നബി തങ്ങൾ വഹുവ യുരീദു അൻ യഖ്റുജ മിൻ ബാബിൽ മസ്ജിദി, പള്ളിയുടെ വാതിൽക്കലിൽ നിന്നും പുറത്തേക്ക് പോകാൻ നബി തങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ എന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. എന്റെ കയ്യെ പിടിച്ച് അങ്ങനെ പുറത്തേക്ക് പോവാണ് പള്ളിയിൽ നിന്ന്. അപ്പൊ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു. ഞാൻ നിസ്കരിക്കുന്നത് കണ്ടിട്ട് ഞാൻ നിസ്കാരം കഴിയുന്നവരെ എനിക്ക് വേണ്ടി കാത്തിരുന്നു. ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ ആള് വന്നു. നബി തങ്ങൾ താങ്കളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോ എന്റെ കയ്യെ പിടിച്ചു. എന്റെ കയ്യെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഇന്നി ല അർജു അൻ ലാ തഖ്റുജ മിൻ ബാബിൽ മസ്ജിദി ഹത്താ തഅല്ലമ സൂറതൻ മാ അൻസല ഫി തൗറാത്തി വൽ ഇൻജീലിൽ വലാ ഫിൽ ഖുർആനി മിസ്ലഹാ. മോനെ, ഈ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും അള്ളാഹു ഇതുപോലത്തെ ഒരു അധ്യായം ഇറക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു അധ്യായത്തെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പറയുകയും ചെയ്യണം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു. നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, മോനെ നിന്നോട് ഞാൻ പറഞ്ഞു തരാം, തൗറാത്തിലുമില്ല, ഇൻജീലിലുമില്ല, ഖുർആനിലുമില്ല ഇതുപോലത്തെ ഒരു അധ്യായം. അങ്ങനത്തെ ഒരു അധ്യായത്തെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഈ അധ്യായം പോലെ ഇതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം ഖുർആനിൽ വേറെയില്ല. അങ്ങനത്തെ ഒരു അധ്യായമുണ്ട്, പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്ര മഹത്വമുള്ള ഒരു അധ്യായം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇതാണ് കേട്ടതോടുകൂടെ പള്ളിയുടെ പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞു തരാന്നല്ലേ പറഞ്ഞത്. പള്ളിയുടെ പുറത്തേക്കുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെയും നടത്തത്തിൽ ഞാനൊന്ന് പതുക്കെ സ്പീഡ് കുറച്ചു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കയ്യെ പിടിച്ചേക്കാണല്ലോ. അപ്പൊ നബിതങ്ങളും സ്പീഡ് കുറയാൻ വേണ്ടിയിട്ട്. കാരണം പള്ളിയുടെ പുറത്ത് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറഞ്ഞു തരാന്നാ പറഞ്ഞത്. പുറത്ത് കടന്നാൽ ചിലപ്പോ പറഞ്ഞു തന്നില്ലെങ്കിലോ. എനിക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ വലിയ മഹത്വമുള്ള സൂറത്ത് ഏതാണ് നബിയെ ഒന്ന് പറഞ്ഞാലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ തഖറഉ ഇദ ഇഫ്തതഹത അസ്സലാ. മോനെ, നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു സൂറത്ത് ഓതാറില്ലേ, തുടക്കത്തിൽ ഓതുന്ന സൂറത്ത്? ആ സൂറത്ത് എങ്ങനെ ഓതാ? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സൂറത്തുൽ ഫാത്തിഹ അല്ലേ ഞാൻ ഓതുന്നത്. നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഒന്ന് ഓതി ഞാൻ കേൾക്കട്ടെ. ഞാൻ അങ്ങ് ഓതാൻ തുടങ്ങി സൂറത്തുൽ ഫാത്തിഹ. ഓതി തീർന്നു കഴിഞ്ഞപ്പോൾ എന്നോട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിന്നോട് പറഞ്ഞു, ഹിയ ഹാദിഹി സൂറത്തു വഹിയ സബഉൽ മസാനി വൽ ഖുർആനുൽ അലീം അല്ലദീ ഉഅതീതു. മോനെ, ഈ സൂറത്താണ് ഞാൻ പറഞ്ഞ സൂറത്ത്. ഏത് സൂറത്ത്? പ്രതിഫലത്തിൽ ഇതുപോലെ ഖുർആനിൽ മറ്റൊരു സൂറത്തുമില്ല. പ്രതിഫലത്തിൽ ഇതുപോലെ തൗറാത്തിലോ ഇൻജീലിലോ മുൻകഴിഞ്ഞ വേദങ്ങളിലോ ഒരു സൂറത്തും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ പ്രതിഫലം ഓതുന്നവർക്ക് അല്ലാഹു നൽകുന്ന ഒരു അധ്യായം ഇതാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ അധ്യായം നമ്മൾ ഓതണം. ഈ ഹദീസ് ഇമാം മാലിക്കിന്റെ അൽ മുഅത്ത എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ ക്രോഡീകൃത ഹദീസ് ഗ്രന്ഥത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി മറ്റൊരു ഹദീസ് കണ്ടോ, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഫാത്തിഹ ഓതി മന്ദിരിക്കൽ എത്ര പുണ്യമുള്ള കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന സഹാബി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്ന ഒരു സംഘം യാത്ര പോയതുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും ഈ ഹദീസ് ഉദ്ധരിച്ചതായി കണ്ടിട്ടുണ്ട്. മഹാനവറുകൾ പറയാൻ, ഞങ്ങൾ അങ്ങനെ യാത്ര പോയി. അബൂ സഈദ് തങ്ങൾ പറയാണ്, ഞങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്ത് യാത്രയുടെ വിശ്രമത്തിന് വേണ്ടി ഞങ്ങൾ ടെന്റ് അടിച്ച് താമസിക്കുമ്പോൾ അപരിചിതമായ ആ ഭാഗത്ത് ഈ ടെന്റിലെ വെളിച്ചം കണ്ടിട്ട് ഒരു പെൺകുട്ടി ഓടി വന്നു. ഒരു സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന സയ്യിദൽ ഹയ്യ സലീം,
ഹയ്യ് ഗോത്രത്തിലെ ഒരംഗമാണ് ഞാൻ. ഹയ്യ് ഗോത്രത്തിന്റെ നേതാവ്, ആ ഗോത്രത്തിന്റെ നേതാവ് ഒരു വിഷം തൊട്ട് ഒരു പാമ്പ് കടിയേറ്റ് അദ്ദേഹം വിഷം ഏറ്റ് വല്ലാത്ത ക്ഷീണത്തിലാണ്, പ്രയാസത്തിലാണ്. പെൺകുട്ടി പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ യോഗ്യന്മാരായ ആളുകളൊന്നും സ്ഥലത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ പാമ്പ് കടിവേറ്റ് വിഷമേറ്റിരിക്കുന്ന ആള് മന്ത്രിച്ച് സുഖപ്പെടുത്താൻ കഴിയുന്ന യോഗ്യരായ ആരെങ്കിലും ഈ യാത്ര സംഘത്തിലുണ്ടോ എന്ന് പെൺകുട്ടി ചോദിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെവരുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊന്നും സ്ഥലത്തില്ലാത്തത് കൊണ്ടാ യാത്രക്കാരായ നിങ്ങളോട് ചോദിച്ചത്. ആ സമയത്ത് മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയുടെ കൂടെ എഴുന്നേറ്റ് നിന്ന് പോവാൻ തീരുമാനിച്ചു. മഹാനവറുകൾ ചെന്നു. അപ്പോ സഹാബികൾ പറയാം, മാ കുന്നാ നഅ്ബിനുഹു ബിറുഖിയത്തിൻ ഫറഖാഹു ഫബരിഅ ഫഅമറ ലഹു ബിസലാസിന ശാതൻ വസഖാന ലബനൻ. മഹാനായ അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ എഴുന്നേറ്റ്, അദ്ദേഹം ഒരുപാട് വലിയ മന്ത്രിക്കുന്ന ആളാണെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. മഹാനവറുകൾ എഴുന്നേറ്റ് ആ പെൺകുട്ടിയുടെ കൂടെ പോവുകയും അവിടെ ചെന്ന് ഈ വിഷം തീണ്ടിയ ആളെ മന്ത്രിച്ച് സുഖപ്പെടുത്തുകയും തിരിച്ചു പോരുമ്പോൾ അവിടെ നിന്നും പാരിതോഷികമായി കൈമടക്ക് എന്ന പോലെ ഒരു സംഖ്യ, ഒരു ഹദിയയായി 30 ആടുകളെ കൊടുക്കുകയും ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അവിടെ പോയി മന്ത്രിച്ച് വരുന്ന വഴിയിൽ മഹാനവറുകൾ 30 ആടുകളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് അതിൽ പാല് കറന്നെടുക്കാൻ പാകത്തിൽ നിൽക്കുന്ന അകിടുള്ള ആടുകളുണ്ട്, അവയെ പെട്ടെന്ന് തന്നെ കറന്ന് യാത്രയുടെ ക്ഷീണമുണ്ടല്ലോ, ഞങ്ങൾക്ക് പാലുമായി അദ്ദേഹം വരികയും ചെയ്തു. അവിടെ പോയി മന്ത്രിച്ച ആടിനെ കൊണ്ടുവന്ന 30 ആടുണ്ട്, ആടിനെ കറന്ന് പാലുമായി ഇപ്പൊ ഞങ്ങളുടെ മുന്നിലെത്തി. മഹാനവറുകളോട് ഞങ്ങൾ ചോദിച്ചു, നീ ബഹുമാനപ്പെട്ടവരെ, അങ്ങ് എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? അങ്ങ് എന്തുകൊണ്ടാണ് ഈ മന്ത്രിച്ചത്? അങ്ങ് എങ്ങനെയാണ് മന്ത്രിച്ചത്? മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് മന്ത്രിക്കാനാകെ ഫാത്തിഹ ഓതാനേ അറിയൂ. അങ്ങനെയുള്ള ഫാത്തിഹ മാത്രമേ ഞാൻ ഓതിയിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും കൂടുതൽ ഓതി മന്ത്രിച്ചിട്ടില്ല. ഫാത്തിഹ മാത്രം ഓതി ഞാൻ മന്ത്രിച്ചു വന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പറഞ്ഞു, ഹബീബായ നബിയോട് ചോദിക്കാതെ അങ്ങ് കറന്നു തന്ന ഈ പാല് ഞങ്ങൾ കുടിക്കൂല. കാരണം മന്ത്രിച്ച് സുഖപ്പെടുത്തിയതൊക്കെ ശരിയാ, പക്ഷെ മന്ത്രിച്ച് കഴിഞ്ഞ ശേഷം ഈ 30 ആടുകളെ മേടിച്ചുകൊണ്ടൊന്ന് ശരിയാണോ അല്ലെന്ന് നബി തങ്ങൾ പറയാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആട്ടിൻ പാല് ഞങ്ങൾ കുടിക്കൂല. കുറച്ചുപേരും അത് വാങ്ങി കുടിക്കുകയും ചെയ്തു, കുറച്ചുപേര് കുടിച്ചില്ല. സഹാബികളിൽ തന്നെ ആ 2 അഭിപ്രായം വന്നു. അങ്ങനെ മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഈ സംഭവം പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, വമാ കാന യുദ്രീഹി അന്നഹാ റുഖിയത്തുൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഷം തീണ്ടിയ ആളെ മന്ത്രിച്ച് സുഖപ്പെടുത്തും വിധം ഫാത്തിഹയ്ക്ക് പവർ ഉണ്ടെന്ന് അബൂ സഈദ് തങ്ങളോട് ആരാണ് പറഞ്ഞത്? ഓ, അത്ഭുതമായിരിക്കുന്നു. അതുകൊണ്ട് ആ 30 ആടുകളെ കിട്ടിയല്ലോ, അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് എനിക്ക് തരാൻ അദ്ദേഹത്തോട് പറയൂ, എനിക്കും അതിന്റെ ഒരു അംശം തരൂ. മന്ത്രിച്ചൂതിയപ്പോൾ ഗിഫ്റ്റായി കൊടുത്ത, ഹദിയയായി കൊടുത്ത ആ പാരിതോഷികത്തിന്റെ ഒരു അംശം അത് സ്വീകരിക്കല് പുണ്യമാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാണാം, മഹാനവറുകൾ കൊണ്ടുവന്ന ആടുകളെ ഹബീബായ നബി തങ്ങൾ അംഗീകരിച്ചു. ഇവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണ് വിഷം തൊട്ട പാമ്പ് കടിയേറ്റ ആളെ സുഖപ്പെടുത്തിയത്. ഫാത്തിഹയുടെ പവറാണ് നമ്മൾ ഈ കാണുന്നത്. ഏതായാലും സാന്ദർഭികമായി ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഞാനൊന്ന് പറയാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി രേഖപ്പെടുത്തുന്നത് കാണാം, വഫിൽ ഹദീസി ദലീലുൻ അലാ ജവാസിർ റുഖിയത്തി ബിൽ ഖുർആനി വബിദ്ദിക്രില്ലാഹി വഅഖ്ദിൽ ഉജ്റതി അലൈഹാ ലിഅന്നൽ ഖിറാഅത വന്നഫസ മിനൽ അഫ്ആലിൽ മുബാഹ. മന്ത്രിച്ചൂതി, അതുപോലെ തന്നെ വിഷമിറക്കി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിന്റെ പേരിൽ ഒരു കൂലി പറ്റുന്നതും ഒരു ഹദിയ സ്വീകരിക്കുന്നതും തെറ്റില്ലാത്ത കാര്യമാണ്, അത് അനുവദനീയമായ കാര്യമാണ്. കാരണം ഇത് അനുവദനീയമായ പ്രവൃത്തിയിലൂടെ ഉണ്ടായ ഫലം എന്ന നിലക്ക് അത് അനുവാദമുള്ളതാണെന്ന് ഇമാം നവവി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം റജബ് മാസത്തിൽ നമ്മൾ ഓതി റജബിനെ ആദരിക്കേണ്ട പ്രധാന അധ്യായം, ഖുർആനിലെ പ്രധാന അധ്യായം 1-ാമത്തേത് ഫാത്തിഹയാണ്.
ഒരു സംഭവം കൂടി പറയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ സ്വഹാബി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ സന്നിധിയിലുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ജിബ്രീൽ വഹയുമായി വന്നിരിക്കുന്ന സന്ദർഭമാണ് ഞങ്ങൾക്കറിയാം. സദസ്സ് നിശബ്ദമാണ്. വഹി അവിടെ നടന്നുകൊണ്ടിരിക്കുക. അറിയാൻ പറ്റൂലോ, നെറ്റി വിയർക്കും. വല്ലാത്ത ഒരു ഭാരം വഹിക്കുന്ന മനുഷ്യനെ പോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിതനാകും. എങ്ങനെ ക്ഷീണിതനാകും? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുന്ന വഹയിന്റെ ഭാരം കൊണ്ട് അവിടുന്ന് ക്ഷീണിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه وانقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. അങ്ങയിലേക്ക് നാം ഇട്ടു തരുന്ന ഈ വാക്കുകൾ നല്ല ഭാരമുള്ള വാക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾക്ക് ഭാരമുണ്ട്. ഭാരം വഹിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി കഴിയുമ്പോൾ ക്ഷീണമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സാഹചര്യം കാണുമ്പോൾ ഞങ്ങൾക്കറിയാം ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ അടുക്കലുള്ളപ്പോൾ ഞങ്ങളും ആ സദസ്സിലുണ്ട്. ആ സമയം ഹബീബായ നബി തങ്ങൾ പെട്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് ഒരൊറ്റ നോട്ടം. ഒരു ശബ്ദം കേട്ട് നടുങ്ങിയ പോലെ ജിബ്രീൽ അലൈഹിസ്സലാം ആ സന്നിധാനത്തിലുണ്ട്. ജിബ്രീലും ആകാശത്തിലേക്ക് നോക്കിയ പോലെ ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ പറഞ്ഞുവത്രേ, ഹാദാ ബാബുൻ ഖദ് ഫുതിഹ മിനസ് സമാഇ മാ ഫുതിഹ ഖത്തു. നബിയെ, ഇന്നവരെ ഒരിക്കലും ആകാശത്തിൽ തുറക്കാത്ത ഒരു വാതിലുണ്ടായിരുന്നു, അത് ഇപ്പോഴാണ് തുറന്നത് നബിയെ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ വാതിൽ തുറന്ന ശബ്ദം ഇപ്പൊ കേട്ടത്. അവിടത്തോട് പറയാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, ആകാശത്തിൽ ഇതുവരെ തുറക്കാത്ത ഒരു വാതിലുണ്ടായിരുന്നു, ആ വാതിൽ ഇപ്പോൾ തുറന്നു നബിയെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് ജിബ്രീൽ അലൈഹിസ്സലാം, തുറക്കപ്പെട്ട വാതിലിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു. ആ മലക്ക് ഇറങ്ങി വന്നിട്ടോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മലക്ക് സംസാരിക്കുകയാണ്. വാതിൽ തുറന്ന വിഷയം ജിബ്രീൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തുറന്ന വാതിലേക്കൂടെ ഒരു മലക്ക് ഇറങ്ങി വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മലക്ക് സംസാരിക്കാൻ തുടങ്ങി. നബിയെ, ഇതുവരെ തുറക്കാത്ത വാതിലായിരുന്നത്, അത് ഇപ്പോഴാ തുറന്നത്. ഇത് ജിബ്രീൽ അങ്ങ് പറഞ്ഞു തീരുമ്പോഴേക്കും ആ തുറന്ന വാതിലേക്കൂടെ ഒരു മലക്ക് താഴേക്ക് ഇറങ്ങി വന്നു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അബ്സിർ ബി നൂറൈൻ, നബിയെ, രണ്ട് പ്രകാശം കൊണ്ട് അങ്ങ് സന്തോഷിച്ചോ. ഖദ് ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബലക, ഒരു നബിമാർക്കും ഇതുവരെ കിട്ടാത്ത രണ്ട് പ്രകാശമുണ്ട്. ആ രണ്ട് പ്രകാശം കൊണ്ട് അങ്ങ് സന്തോഷിച്ചോ. ഒന്നാമത്തെ പ്രകാശം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ പ്രകാശം സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം ആമന റസൂൽ, ആ ഭാഗം ഉണ്ടല്ലോ. ഈ രണ്ട് പ്രകാശം ഇതിനോട് കിടപിടിക്കുന്ന ഒന്നും മുൻകാലത്തെ 1,23,999 നബിമാർക്കും കൊടുത്തിട്ടില്ല. അങ്ങേക്കാണ് ഇത് തന്നിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം പറയാൻ ആകാശത്തിൽ ഇതുവരെ തുറക്കാത്ത കവാടം തുറന്ന് ഒരു മലക്ക് വന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. റജബ് മാസമാണ് സൂറത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നിസ്കാരം തന്നെ അള്ളാഹു തആല ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു ആവരണം എന്നോണാണ് വെച്ചിരിക്കുന്നത്. 4 ഫാത്തിഹ 4 റക്അത്തിൽ, അതിന് ആവരണമായി ചില കർമ്മങ്ങൾ അള്ളാഹു വെച്ചിരിക്കുന്നു. അത്രത്തോളം സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിലെ അഭേദ്യ ബന്ധം പുലർത്തുന്ന ഒരു അധ്യായമാണ്. അള്ളാഹു ഫാത്തിഹയുടെ ബർക്കത്തിലേക്കും ഫാത്തിഹയുടെ തണലിലേക്കും നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഇനി റജബ് മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ വിശദമായ ഒരു ക്ലാസ് നടത്തിയതാണ്. എന്നാലും ഞാൻ പറയാം, എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് റജബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. റജബ് മാസത്തിൽ സൂറത്തുൽ ഇഖ്ലാസിനുള്ള ബന്ധം, സൂറത്തുൽ ഇഖ്ലാസിന്റെ ഒരുപാട് പേരുകളിൽ 20ഓളം പേരുകൾ, പ്രധാന നാമങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനെ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു പേരാണ് സൂറത്തുൽ തൗഹീദ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് വിഭാവനം ചെയ്യുന്നത്? അത് മുഴുവനും ഉള്ള അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്ത് തൗഹീദ്, അള്ളാഹുവിന്റെ തൗഹീദ് സ്ഥാപിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണെന്ന് സ്ഥാപിക്കാം. ഈ അധ്യായം പാരായണം ചെയ്യണം. കാരണം സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദ് വിഭാവനം ചെയ്യുമ്പോൾ റജബ് മാസം നമ്മുടെ മുന്നിൽ പറയുന്നതും തൗഹീദാണ്. ഇബ്നു അസാകിർ തങ്ങളുടെ മുഅ്ജമിൽ കാണാം ഹദീസ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, റജബുൻ ശഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ് റജബ്. ശഅബാനു ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. അള്ളാന്റെ മാസം എന്ന് പറഞ്ഞു കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സങ്കല്പിച്ചാൽ ശഅബാൻ എന്റെ മാസമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നിടത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് സങ്കല്പിച്ചാൽ റജബും ശഅബാനും കൂടി ചേർത്ത് വെക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമുക്ക് കിട്ടുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയും കൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് യാത്ര ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും റജബ് മാസം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതീകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്. ഖുർആനിൽ ഒരു അധ്യായം സൂറത്ത് തൗഹീദ് എന്നതുണ്ട് എങ്കിൽ അത് റജബിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് പൂർവികർ ഇങ്ങനെ പാരായണം ചെയ്ത ധാരാളം കഥകളും ചരിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. റജബ് മാസവുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ആളുകൾ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്യുന്ന പതിവ് കാണാനുണ്ട്. ചരിത്രത്തിൽ കാണാം, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തൊരു ഉമ്മ ജീവിച്ചിരുന്നു. ഒരു സ്വാലിഹത്തായ ഉമ്മ ജീവിച്ചിരുന്നു. അവരാകട്ടെ വല്ലാത്ത ഇബാദത്തുള്ള ഉമ്മയാണ്. റജബ് മാസം വന്നു കഴിയുമ്പോൾ തഖറഉ കുല്ല യൗമിൻ ഖുൽ ഹുവല്ലാഹു അഹദ് 11 മറത്തൻ തഅലീമൻ ലഹു. റജബിനെ ആദരിച്ചിട്ട് 11 ഖുൽ ഹുവല്ലാഹു അഹദ് ഈ ഉമ്മ ഓതൽ പതിവുണ്ട്. അപ്പൊ 11 ഓതണം കേട്ടോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റജബ് മാസം വരുമ്പോൾ പ്രത്യേകിച്ച് റജബിനെ ആദരിച്ചുകൊണ്ട് 11 ഖുൽ ഹുവല്ലാഹു അഹദ് ഈ ഉമ്മ ഓതൽ പതിവ. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ജീവിക്കുന്ന ഒരു ആബിദത്തായ ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മ ഇങ്ങനെ ചെയ്യുമായിരുന്നു. സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദിന്റെ സൂറത്താണ്. റജബ് മാസം തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതീകമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ അധ്യായം ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മാസത്തിൽ ഓതുക എന്നത് ആ മാസത്തോട് ചെയ്യുന്ന അതിന്റെ ബഹുമാനത്തിന്റെ ഭാഗമാണ്. ബഹുമാനത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു മഹ്ദി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതീകമായ സൂറത്തുൽ ഇഖ്ലാസ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതീകമായ റജബ് മാസത്തിൽ ഓതൽ പതിവുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇഖ്ലാസ് സൂറത്ത് ഓതി മനസ്സിന്റെ അകത്തേക്ക് ഇഖ്ലാസ് വല്ലാതെ അങ്ങ് കേറി. റജബ് മാസത്തിൽ മഹദി അവരുടെ ജീവിതത്തിന്റെ രീതികൾ മാറി. അപ്പോൾ നല്ല മുന്തിയ പട്ടുവസ്ത്രങ്ങളും മറ്റും ഉടുത്ത് അണിഞ്ഞൊരുങ്ങി ജീവിച്ചിരുന്ന അവര് ആ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് മഹദി അവറുകൾ പിന്നെ നുരമ്പിയ പഴയ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. ദുനിയവിയായ സുഖലോലുപതകൾ മുഴുവനും വെടിയാൻ തീരുമാനിച്ചു. അങ്ങനെ കുറെ കാലങ്ങളോളം ഇങ്ങനെ ജീവിച്ചവര്. റജബ് വരും, റജബിനെ ആദരിച്ച് ഇഖ്ലാസ് വർദ്ധിപ്പിക്കും, 11 പോലും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർക്കൊരു രോഗം വന്നു. അവര് റജബിൽ മരിക്കാൻ ആഗ്രഹിച്ച മഹദിയാണ്. രോഗം വന്നു കഴിഞ്ഞു. രോഗം വന്നപ്പോൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കീറിപ്പോവാൻ അടുത്ത സമയത്തിൽ നിൽക്കുന്ന ഈ പഴയ വസ്ത്രത്തിലെ എന്നെ മറവ് ചെയ്യാവൂ. പുതിയ വസ്ത്രം വാങ്ങി മറവ് ചെയ്യരുത്. മുന്തിയ വസ്ത്രമൊന്നും പുതിയത് വാങ്ങരുത്. എന്റെ കഫൻ പുടവ ഈ പഴകിയ വസ്ത്രം തന്നെ മതി. മോനെ വിളിച്ചിട്ട് ഒരു റജബ് മാസത്തിൽ ഇവർക്ക് രോഗം വന്നപ്പോ മോനെ വിളിച്ച് വസിയത്ത് ചെയ്തു, ഉമ്മ ചിലപ്പോ ഈ മാസം മരിക്കാൻ സാധ്യതയുണ്ട് ഈ റജബില്. മകനോട് പറഞ്ഞു. മകൻ എന്ത് ചെയ്തു? ഇതാരും കേട്ടതല്ല, മകൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഉമ്മ മരിച്ചു, മുന്തിയ വസ്ത്രം വാങ്ങി ഉമ്മയെ കഫൻ ചെയ്തു. മരിച്ചുപോയ ഉമ്മയുടെ വസിയത്ത് പഴയ വസ്ത്രത്തിൽ. എങ്ങനെ എന്റെ ഉമ്മാനെ ഈ പഴയ വസ്ത്രത്തിൽ ഞാൻ മറവ് ചെയ്യാം? മകൻ ഉമ്മയോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ ജനങ്ങൾ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടും പഴയ വസ്ത്രം മാറ്റിട്ട് പുതിയത് ചേർത്തു. അങ്ങനെ റജബിൽ ആ മഹദി മരിച്ചു. റജബിനെ ആദരിച്ച മഹദിയല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? ഉറക്കത്തിൽ സ്വപ്നത്തിൽ മകൻ ഉമ്മാനെ കണ്ടു. അപ്പൊ ഉമ്മ ദേഷ്യപ്പെടാം. മോനെ, ഞാൻ പറഞ്ഞ വസിയത്ത് എന്താടാ നീ നടപ്പാക്കാതിരുന്ന? ഉമ്മാക്ക് പൊരുത്തോലാട്ടോ മോനെ, ഉമ്മ നിന്നോട് പൊരുത്തപ്പെടൂല. മോൻ ഇത് കേട്ട് ഉറക്കത്തിൽ വന്ന് പറയുന്ന ഉമ്മാടെ ഈ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നിട്ട് ആരും കാണാതെ പാതിരാക്ക് ചെന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിശുദ്ധമായ മഖാബിറിൽ ആ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട ഈ ഉമ്മാടെ ഖബർ മാന്താൻ തീരുമാനിച്ചു.
അങ്ങനെ ഉമ്മാടെ ഖബർ മാന്തി കഴിഞ്ഞപ്പോൾ സുബ്ഹാന റബ്ബി, ആ ഖബറിൽ ഉമ്മാനെ കാണുന്നില്ല. അന്ന് മറവ് ചെയ്തതേ ഉള്ളൂ, ഉമ്മാനെ കാണുന്നില്ല. ഈ മനുഷ്യൻ വല്ലാത്ത വേവലാതിയിലായി പരിഭ്രാന്തനായി പൊട്ടിക്കരയാൻ തുടങ്ങി. വല്ലാത്ത കരച്ചിലായി. ആ സമയത്ത് ഒരു അശരീരി കേൾക്കുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം. അമാ അലിംത അന്ന മൻ അല്ലമ ശഹറനാ റജബൻ ലം യുതറക ഫിൽ ഖബരി ഫരീദൻ വഹീദാ. റജബ് ആദരിച്ച, റജബിനെ ബഹുമാനിച്ച ഒരു മനുഷ്യൻ മരിച്ച് ഖബറിലെത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഖബറിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഖബറിന്റെ ഇരുട്ടിൽ താമസിപ്പിക്കുമെന്നാ വിചാരിച്ചത്? അവരെ നേരെ സ്വർഗത്തിലേക്കല്ലേ കൊണ്ടുപോവാ? നിനക്കത് അറിയില്ലേ മകനെ? റജബിനെ ആദരിച്ച ഉമ്മാടെ മോനല്ലേ നീ എന്ന് ചോദിച്ച് ഈ മകനെ ഒരു അശരീരി കൊണ്ട് തിരുത്തി എന്ന് ചരിത്രത്തിൽ കാണാം. ഈ സംഭവം മറ്റു പല ഉദ്ധരണികളിൽ ഈ ഉമ്മ ഓതിയത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ആണ് ഓതിയതെന്നും പറയുന്നുണ്ട്. അവിടെ ഈ 11 എന്ന എണ്ണം തെറ്റി 40 എന്നും 100 എന്നും ഒക്കെ ചില ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഏതായാലും സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും വർദ്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയവും സാഹചര്യവുമാണ് പരിശുദ്ധ റജബ് മാസം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് തങ്ങളെ തൊട്ട് നിവേദനം, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖറഅ കുല്ല യൗമിൻ 200 മറത്തൻ ഖുൽ ഹുവല്ലാഹു അഹദ്. 200 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾക്ക് ഓതാൻ കഴിഞ്ഞാൽ മുഹിയാൻഹു ദുനൂബു 50 സനാ ഇല്ലാ അൻ യകുന അലൈഹി ദൈൻ. ആ മനുഷ്യന്റെ 50 കൊല്ലത്തെ പാപം അള്ളാഹു പൊറുക്കും. അതായത് 600 മാസത്തെ പാപങ്ങൾ. 50 കൊല്ലം എന്ന് പറയുമ്പോൾ 600 മാസം വരും. അത്രയും നാളത്തെ പാപം ഒരു ദിവസം 200 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന പതിവ് ഉണ്ടെങ്കിൽ എല്ലാവരും അത് പരമാവധി ചെയ്യാൻ നോക്കുക. റജബിൽ മാത്രമെങ്കിലും അതൊന്ന് ചെയ്തു നോക്കണം. സൂറത്തുൽ ഇഖ്ലാസ് റജബിനോട് ബന്ധമുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റജബ് മാസത്തിൽ 200 ഖുൽ ഹുവല്ലാഹു അഹദ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഖുർആൻ ക്ലാസ് കേട്ട് നേരത്തെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഫളായിൽ പറഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ പല പ്രാവശ്യം 3 എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്, 3 ഭാഗങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടവർ അത് ധാരാളം ആളുകൾ ചൊല്ലുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞവരുണ്ട്. അത് അവരോടും അവരല്ലാത്തവരോടും പറയാണ്, 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ദിവസവും പാരായണം ചെയ്യുക എന്ന ശീലം റജബിൽ ഉണ്ടാവട്ടെ. അത് റജബിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് എങ്കിൽ ആഖിറത്തിൽ നേട്ടമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 50 വർഷത്തെ പാപം പൊറുക്കും. അതായത് 600 മാസത്തെ പാപം പൊറുക്കും. 50 വയസ്സ് നമ്മൾ ജീവിച്ചപ്പോൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു പൊറുക്കാൻ ഈ ദിവസവും 200 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ മതി. 200 ഓതാൻ തീരുമാനിക്കുന്ന ആള് 100 കിടപ്പറയിൽ ഓതണം, രാത്രി കിടക്കാൻ നേരം ഓതണം. അപ്പൊ അതിന്റെ പ്രതിഫലം വേറെയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കണ്ടോ, മറ്റൊരു ഹദീസ് കണ്ടോ, ഇമാം തുർമുദി തന്നെ അവിടുത്തെ ജാമിയിൽ പറയുന്നുണ്ട്, മൻ അറാദ അൻ യനാമ അലാ ഫിറാശിഹി ഫനാമ അലാ യമീനിഹി സുമ്മ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 100 മറ. 200 100 കിടക്കാൻ നേരത്താണ് ഒരാൾ ഓതുന്നതെങ്കിൽ ഫൈദാ കാന യൗമുൽ ഖിയാമത്തി യഖൂലു റബ്ബു യാ അബ്ദി ഉദ്ഖുൽ അലാ യമീനിക്കൽ ജന്ന. ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനോട് 200 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന മനുഷ്യൻ 100 കിടപ്പറയിൽ ഓതാ. ഇനി 100 മാത്രമേ ഓതുന്നുള്ളൂ എങ്കിൽ അത് കിടപ്പറയിൽ ഓതാ, കിടക്കാൻ നേരം ഓതാ. അങ്ങനെയെങ്കിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു ആ മനുഷ്യനോട് പറയും, നിന്റെ വലതേ ഭാഗത്ത് കൂടി നീ നേരെ സ്വർഗത്തിലേക്ക് വിട്ടോ, ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് മഹ്ശറയിൽ വെച്ച് പറയുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉൽ നമുക്ക് കാണാം. മറ്റൊരു ഹദീസ് കണ്ടോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ മുന്നിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെട്ടു. ആ മനുഷ്യനാവട്ടെ നിസ്കാരത്തിന്റെ എല്ലാ റക്അത്തിലും, അതായത് സൂറത്ത് ഓതന്റെ റക്അത്തുകളിലൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത്. ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, എന്താ മോനെ എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത്? നമ്മളും ചിലപ്പോൾ ഓതാറുണ്ടാവും അല്ലെ, ലൊഹറിലായാലും അസറിലായാലും ഇഷാക്കും മഗ്‌രിബിനൊക്കെ നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് ആയിരിക്കും ഓതാ. അത് എളുപ്പത്തിന് വേണ്ടി ഓതന. സ്വഹാബി ഓതിയത് അതിന്റെ പേരിലല്ല, എനിക്ക് ആ അധ്യായത്തോട് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ, ആ ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് വായിൽ അതേ വരൂ, കാരണം എപ്പോഴും ഞാനത് ഓതാ. അതുകൊണ്ട് ഫാത്തിഹ കഴിയുമ്പോൾ ഒരു സൂറത്ത് എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ വായിലേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഞാൻ ഓതിപ്പോകുന്നതാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ
യുദ്ഖിലുക്കൽ ജന്ന, ആ അധ്യായത്തെ നീ ഇഷ്ടപ്പെടുന്നല്ലേ, ആ അധ്യായം മുഖേന, അതിനോടുള്ള ഇഷ്ടം മുഖേന നിനക്ക് സ്വർഗം കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു സ്വകാര്യമായ ഒരു ഇൽമു പറഞ്ഞു തരാം. ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്, മൻ ഖറഅഹാ ഫിൽ മനാമി ഉൾത്തിയ തൗഹീദ്. ഒരാള് സ്വപ്നം കാണാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതായിട്ട്. അള്ളാഹു അങ്ങനെ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനർത്ഥം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പറയാനുള്ള അവസരം അള്ളാഹു തരും. നമ്മുടെ അവസാന സമയത്ത് ആ ഭാഗ്യത്തിലേക്ക് അയാൾ എത്തി എന്നതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്താണ് പറഞ്ഞത്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരാൾ ഉറക്കത്തിൽ അയാൾ സ്വപ്നം കാണാണ്, അയാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നതായിട്ട്. അതിന്റെ വ്യാഖ്യാനം ആരോടും പറയരുത്. അതിന്റെ വ്യാഖ്യാനം അയാൾ മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ളത് അയാൾക്ക് ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. അള്ളാഹു ആ ഭാഗ്യത്തിൽ ചേർക്കട്ടെ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ റജബ് മാസത്തിൽ നമ്മൾ ഓതൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 2 അധ്യായങ്ങളാണുള്ളത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദ്. ഇനി റജബ് മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ദിക്ർ എന്നത് ലാ ഇലാഹ ഇല്ലല്ലയും ലാ ഇലാഹ ഇല്ലല്ലയോട് അനുബന്ധമായി പറയപ്പെട്ടിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അങ്ങനെ ചേർത്തും ഇല്ലാതെ അത് ഇല്ലാതെയും ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അങ്ങനെയുണ്ട്. ഈ ദിക്റോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റോ, ഇങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലയോട് അനുബന്ധമായി വരുന്ന ദിക്റുകളാണ് റജബിൽ ചൊല്ലേണ്ടത്. കാരണം എന്താ? റജബ് ലാ ഇലാഹ ഇല്ലല്ലയുടെ മാസമാണ്, ഷഅബാൻ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റജബുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന, അതിനോട് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റജബ് മാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിവസം ഇത്ര എണ്ണം ഞാൻ ചൊല്ലുമെന്ന് അങ്ങ് തീരുമാനിക്കുക. അതത്രയും അങ്ങോട്ട് വർദ്ധിപ്പിക്കുക. ഒരു 10 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം റജബില് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം തീരുമാനിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ വർദ്ധിപ്പിക്കുക. ചില ഉമ്മമാര് ചോദിക്കാറുണ്ട്, ഉസ്താദേ എനിക്ക് ഇനിയും കൂടുതൽ അമൽ ചെയ്യണം, എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്? എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ എത്ര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കെന്തോ ആ വാക്കായിരിക്കും മരിക്കാൻ നേരം പറയാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ എന്റെ ഉമ്മമാരെ, സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് റജബിൽ അങ്ങോട്ട് വർദ്ധിപ്പിക്കുക എന്നത് റജബിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അടിസ്ഥാനം അതിനുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു 5 ലക്ഷോ 10 ലക്ഷോ 2 ലക്ഷോ ഒക്കെ റജബിൽ അങ്ങ് പെരുപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അഫ്ദലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പ് വന്നു പോയ എല്ലാ നബിമാരും അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല വർത്തമാനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കാം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉറപ്പുള്ള വാക്കുകൊണ്ട് പിടിച്ചു നിർത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവസാന സമയത്ത് അല്ലാഹു ഇത് പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഹദീസ് ഞാൻ പറയാം, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അടുത്തതിലേക്ക് കയറാണ്. ഒരു ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം. ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ സയുഖ്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എല്ലാ സൃഷ്ടികളുടെ ഇടയിൽ നിന്നും എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു പാവ മനുഷ്യനെ അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹു ആ പാവ മനുഷ്യരിൽ നമ്മെ ആ ഒരു യോഗ്യതയിലേക്ക് എത്തിക്കട്ടെ. എല്ലാവരുടെ ഇടയിൽ നിന്ന് ഈ പാവ മനുഷ്യനെ രക്ഷപ്പെടുത്തും. ഇവൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്. അല്ലാഹു ആ മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുവരും. ഖിയാമത്ത് നാളിൽ അയാളുടെ മുന്നിൽ 99 വലിയ കുട്ടകൾ നിരത്തും. 99 വലിയ കുട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കുട്ട വട്ടിയൊക്കെ ഉണ്ടല്ലോ, വലിയ കുട്ട നിരത്തും. ആ കുട്ടയുടെ അകത്തോ കുല്ലു സിജിലിൻ മിസ്ലു മദ്ദിൽ ബസ്രി, ഒരു കൊട്ടയുടെ നീളം എന്ന് പറഞ്ഞാ കണ്ണെത്ത ദൂരമാണ്. അത്രയും വിശാലമായ 99 കുട്ടകൾ ഖിയാമത്ത് നാളിൽ നിരത്തി വെക്കും. ഈ കുട്ടകൾ നിറയെ ഇവന്റെ പാപങ്ങളും നിറച്ചു വെക്കും.
എന്നിട്ട് അള്ളാഹു ഇവനോട് ചോദിക്കും അതുൻകിറു മിൻ ഹാദാ ശൈആ, ഇതിന്ന് വല്ലതും നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ മനുഷ്യ? നീ ചെയ്ത പാപങ്ങളല്ലേ നോക്കത്താ ദൂരം വലിപ്പമുള്ള കുട്ടകൾ, ഒരു കുട്ടയുടെ വലിപ്പമാണ് പറഞ്ഞത്, നോക്കത്താ ദൂരം. അത്രയും വലിപ്പമുള്ള 99 കുട്ടകൾ നിരത്തി വെച്ച് അത് നിറയെ പാപം വെച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ ചെയ്ത എല്ലാ പാപങ്ങളും. അള്ളാഹു ചോദിക്കുന്നു, ഈ കാണുന്ന പാപങ്ങളെ നിനക്ക് ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കാൻ പറ്റുമോ? നിന്റെ നന്മയും തിന്മയും എഴുതുന്ന എന്റെ കിറാമും കാത്തിബീങ്ങളായ മലക്കുകൾ നിന്നോട് അക്രമം പ്രവർത്തിച്ചു എന്ന് നിനക്ക് അഭിപ്രായമുണ്ടോ? ഈ മനുഷ്യൻ പറയും, ലാ യാ റബ്ബി, എന്റെ പടച്ച റബ്ബേ, എനിക്ക് ഒന്നും പറയാനില്ല, ഇത് വളരെ കറക്റ്റാണ്, ഈ ഇരിക്കുന്ന പാപങ്ങളൊക്കെ ഞാൻ ചെയ്തതാണ് റബ്ബേ. അള്ളാഹു ചോദിക്കും, നിനക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഇതിന് വല്ല ന്യായീകരണം പറയാനുണ്ടോ? ഈ മനുഷ്യൻ പറയും, ലാ യാ റബ്ബി, എന്റെ റബ്ബേ, എനിക്ക് ഒരു ന്യായവും ഇതിന് പറയാനില്ല, എനിക്ക് തർക്കിക്കാനില്ല, ഇതൊക്കെ ഞാൻ ചെയ്ത തെറ്റ് തന്നെ, സമ്മതിക്കാതെ വയ്യാ. അപ്പൊ അള്ളാഹു പറയും, ബലാ ഇന്നലക ഇൻദനാ ഹസന, അങ്ങനെ നീ ന്യായമല്ല എന്ന് പറയണ്ട, നിനക്ക് രക്ഷപ്പെടാൻ എന്റെ അടുത്ത് ഒരു നന്മ ഉണ്ടടാ, നീ ചെയ്ത ഒരു നന്മ ഇവിടെ ഇരിപ്പുണ്ട്, നിനക്ക് അത് മതി, ഇതിലൊക്കെ അപ്പുറം രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു അങ്ങനെ ഖബൂലിയത്തുള്ള നന്മ തന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു പറയും, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നുണ്ട്, ഇമാം തുർമിദിയുടെ ജാമിഉൽ ഈ ഹദീസ് നമുക്ക് കാണാം. അള്ളാഹു പറയും, നിനക്ക് രക്ഷപ്പെടാൻ ഒരു നന്മ ഇവിടെ ഉണ്ട്. അങ്ങനെ ഈ പറയപ്പെട്ട 99 കുട്ടകൾ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കും, നിറയെ പാപമാണ്. ആ തുലാസിന്റെ മറ്റേ തട്ടിൽ ഒരു കടലാസ് തുണ്ട് കൊണ്ടുവന്ന് വെക്കും. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ തട്ടി ഒരു പ്രാവശ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഈ കടലാസ് തുണ്ടിലുള്ളത്. ഈ കടലാസ് തുണ്ട് തുലാസിന്റെ മറ്റേ തട്ടിൽ വെക്കലോടുകൂടെ ഭാരം കൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം ഇയാള് പറഞ്ഞതിന്റെ സ്വീകാര്യതയുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് 99 കുട്ട നിറയെ വെച്ചിരിക്കുന്ന പാപങ്ങള് ഉള്ള തട്ടിനെ ഭാരമില്ലാതെ മുകളിലേക്ക് ഉയർത്തിക്കളയും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവർ. റജബ് മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠകരമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട അടുത്ത ദിക്ർ സ്വലാത്താണ്. സ്വലാത്തുകൾക്കൊക്കെ പൊതുവെ ദിക്ർ എന്ന് പറയാം. ഖുർആനിനെയും ദിക്ർ എന്ന് പറയാം. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഓർമ്മിപ്പിക്കുന്ന എല്ലാത്തിനും ദിക്ർ എന്ന് പറയാം. അപ്പൊ സ്വലാത്ത് എന്നത് അടിസ്ഥാനപരമായി അത് ദിക്ർ തന്നെയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അടിസ്ഥാനപരമായി ദിക്ർ തന്നെയാണ്. ഇനി സ്വലാത്തിനെയും നമുക്ക് അതിലേക്ക് ചേർക്കാം. റജബ് മാസത്തിൽ പിന്നെ ചൊല്ലേണ്ടത് സ്വലാത്താണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന് അള്ളാഹു 100 ആവശ്യം നടത്തി കൊടുക്കും. 70 ആവശ്യം ആഖിറത്തിലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 30 ആവശ്യം ദുനിയാവിലാണ്. നമ്മുടെ കണ്ണ് സമയബന്ധിതമായി അനുയോജ്യമായ നേരത്ത് ഒരു പ്രാവശ്യം ചിമ്മുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരാവശ്യമായി കാണുക. നമ്മുടെ ഹൃദയം എത്രയോ 10,000 പ്രാവശ്യം നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നു. ആ ഹൃദയം സ്പന്ദിക്കുന്നതിൽ ഒരു സ്പന്ദനം തന്നെ ഒരു ആവശ്യമായി നമ്മൾ കണ്ടാൽ, അങ്ങനെ കണക്കൂട്ടിയാണ് എത്രയോ ലക്ഷക്കണക്കിന് ആവശ്യമാണ് അള്ളാഹു ഒരു ദിവസം നമുക്ക് ചെയ്തു തരുന്നത്. ഇങ്ങനത്തെ എത്ര ആവശ്യങ്ങൾ നിർവഹിക്കാനുണ്ട്. പിന്നെയാണ് നമ്മളുടെ മകള് PSC എഴുതിയതിന്റെ റിസൾട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വരാനും ശമ്പളത്തിന്റെ വർധനവ് മറ്റുള്ള പ്രയാസങ്ങൾ മാറലൊക്കെ എത്ര വലിയ ആവശ്യങ്ങളെ പിന്നെ കിടക്കുന്നത്. സ്വലാത്ത് ചൊല്ലിയാൽ ആവശ്യം നിറവേറും. 30 ആവശ്യം ഭൂമിയിൽ അല്ലാഹു നടത്തി കൊടുക്കും. 100 സ്വലാത്തിന്റെ ബാക്കി 70 ആവശ്യം ആഖിറത്തിൽ അല്ലാഹു നടത്തി കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി ഈ മാസത്തിൽ ഈ 4 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഓതേണ്ട സൂറത്തുകൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്. ചൊല്ലേണ്ട ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയും അനുബന്ധമായ ദിക്റുകളും, പിന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദിക്ർ, സ്വലാത്തുകൾ, ഖുർആനും ഫാത്തിഹയും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതം ഭാസ്വരമാവണം. ഈ റജബ് അതിന് അള്ളാഹു കാരണമാക്കട്ടെ.